രാവിലെ തന്നെ അഭിഷേകും ഫായും കൂടെ പ്ലാൻ ചെയ്യുകയാണ്. ഗെയിം തന്നെയാണ് വിഷയം. അഭിഷേകിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ജിൻഡോ കയറി വന്നത് അഭിഷേക് അങ്ങോട്ട് ചെറിയൊരു പേടി തുടങ്ങിയിട്ടുണ്ട് എന്ന്. ജിൻഡോ ഇന്നലെ വരെ യാതൊരുവിധ പോയിന്റും ഇല്ലായിരുന്നു ഇന്നലെ ഗെയിം തുടങ്ങിയപ്പം. അപ്പോഴൊന്നും ജിൻഡോയെ ആരും അങ്ങനെ നോട്ട് ചെയ്തില്ല. പക്ഷേ ഇന്നലെ ജിൻഡോ 2 കളി ജയിച്ച് 6 പോയിന്റുമായിട്ട് പെട്ടെന്ന് കയറിയപ്പം 2ാം സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞപ്പം ഇവർ പ്ലാൻ ചെയ്ത പോലൊന്നും കളി നടക്കുന്നില്ല എന്നൊരു തോന്നലുണ്ട്. പ്രത്യേകിച്ച് ജിൻഡോയെ ഇവരെല്ലാം എപ്പോഴും തങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും നടക്കുന്നില്ല. ജിൻഡോ ഒറ്റയ്ക്കാണ് ഇപ്പോഴും കളിക്കുന്നത്. ഒറ്റയ്ക്ക് കളിക്കുന്ന 2 പേരേ ഉള്ളൂ അവിടെ ബിഗ് ബോസിൽ. 2 അല്ല 3 പേരുണ്ട്. ഒന്ന് നോറ, ഒന്ന് പിന്നെ ജിൻഡോ, മറ്റൊന്ന് ജാസ്മിൻ. ഇവർ 3 പേരേ ഉള്ളൂ ഒറ്റയ്ക്ക് കളിക്കുന്നു എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും ഇരട്ടപ്പും ഇരട്ടപ്പും ഒക്കെ ആയിട്ട് പോകുന്നത്. പിന്നെ ഋഷി അൻസുക പോയതിന് ശേഷം ഋഷി ഇപ്പോൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ബാക്കി എല്ലാവരും ഇങ്ങനെ ഗെയിം ഇവരെല്ലാം പ്ലാനിങ്ങാണ്. പ്രത്യേകിച്ച് ഫിജോയും ഫായും കൂടെ 24 മണിക്കൂറും അങ്ങ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ആരൗട്ടാകും, വോട്ട് വേണം എന്നൊക്കെ ഇവർ വിചാരിക്കുന്നത് ഭയങ്കര മാഫാണെന്ന്. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ഒരുമാതിരി പരിഹാസത്തിൻ്റെ രീതി തന്നെയാണ് ഇപ്പം പോകുന്നത്. ഇപ്പം അഭിഷേകിനെ സംബന്ധിച്ച് അഭിഷേക് പറയുന്നു, ഇനിയും നീയും ഋഷിയും കൂടെ ഒത്തുകൊണ്ട് പ്ലാൻ ചെയ്ത് കയറി വരണം. ഇതിനിടയിൽ ആരും കയറി വരാൻ സമ്മതിക്കരുത്, നിങ്ങൾ 2 പേർക്കും പോയിൻ്റുണ്ട്. അപ്പം ജിൻഡോയെ ഇവരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്നില്ല. കാരണം ജിൻഡോ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാനാണ് ഈ ജിൻഡോ ശ്രമിക്കുന്നത്, ഒറ്റയ്ക്ക് കയറി വരിക എന്നുള്ളത്. അപ്പോൾ ഇന്നലത്തെ കളി തന്നെ ഒരു ഉദാഹരണം. ഇന്നലെ രാവിലെ അവർ ജിൻഡോയെ പ്രതീക്ഷിച്ചില്ല, ജിൻഡോ ഇടിച്ച് കയറി വരുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഇന്നലത്തെ 2 കളിയും ജിൻഡോ ജയിച്ചു. അപ്പം പാടുകൂടിയ ടാസ്ക് വരുവാണെങ്കിൽ ജിൻഡോയെ സംബന്ധിച്ച് വളരെ ഈസിയായിട്ട് ജയിക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് ഇച്ചിരി പാടുമാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ നൂല് സൂചി കോർക്കുക അങ്ങനെയൊക്കെയുള്ള ചില ടാസ്കുകളുണ്ട്. ഈ വാക്കുകൾ നിർത്താതെ പറയുക, ഇങ്ങനെയൊക്കെയുള്ള ടാസ്കിൽ ജിൻഡോയ്ക്ക് പണി കിട്ടും. അങ്ങനെയുള്ള ടാസ്കൊന്നും ജിൻഡോയ്ക്ക് പറ്റത്തില്ല. ഇച്ചിരി പാടുള്ള ടാസ്കൊക്കെ ആണെങ്കിൽ ജിൻഡോ ഇടിച്ച് കയറും. പക്ഷേ പാട് കുറഞ്ഞ ടാസ്കൊക്കെ ആണെങ്കിൽ ജിൻഡോ പെട്ടെന്ന് ഔട്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ജിൻഡോയ്ക്കുള്ള പ്രശ്നം ജിൻഡോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ടാസ്ക് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാൻ ജിൻഡോ ഇച്ചിരി സമയമെടുക്കും. അത് മനസ്സിലാക്കി ചിലപ്പോൾ ഒരു പക്ഷേ ഈ പ്രാവശ്യം ഈ ടാസ്ക് ജിൻഡോ കളിക്കട്ടെ എന്ന് ഇവർ തീരുമാനിച്ചാലും അത്ഭുതപ്പെടാനില്ല. കാരണം ജിൻഡോയെ എങ്ങനെയെങ്കിലും താർക്കുക എന്നുള്ള പ്ലാൻ തന്നെയാണ് ഇവരുടെ മനസ്സിൽ, പേര് പറയുന്നില്ലെങ്കിലും. അപ്പം ഋഷിയെയും കൂട്ടി എങ്ങനെയും കയറി വരിക, ജിൻഡോയെ തകർക്കുക, ഞാനൊരു സൈഡിൽ കൂടെ പോകാം എന്നാണ് അഭിഷേക് ഉദ്ദേശിക്കുന്നത്. അഭിഷേക് പറയുന്നുണ്ട്, ഇനിയും 3 പോയിൻ്റൊക്കെ നേടുക വലിയ പാടായിരിക്കും, ഇനി 1ഉം 2ഉം പോയിൻ്റൊക്കെ മേടിച്ച് ഞാനിങ്ങനെ പോകാം, എന്നെ ആരും നിങ്ങൾ ടാർഗറ്റ് ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് അഭിഷേക് പറയുന്നത്. ഇതെന്തുമാത്രമൊക്കെ ശരിയാകുമെന്ന് എനിക്കറിയില്ല. ആദ്യത്തെ ടാസ്കിൽ നമ്മുടെ അഭിഷേകും ഫായിയും കൂടെ ഒത്തുകൊണ്ടാണ് അഭിഷേക് 1ാം സ്ഥാനത്ത് കയറിയ, ഫായി 2ാം സ്ഥാനത്ത് പോകുന്നത്. പക്ഷെ അത് ഫിജോയും ഫായിയും അത് മനസ്സിൽ കാണും, അഭിഷേകിനെ അങ്ങനെ കയറ്റി വിട്ടാൽ ശരിയാവത്തില്ല എന്ന് തോന്നലുണ്ടെങ്കിൽ ഒരുപക്ഷെ അഭിഷേകിനെയും വലിച്ചു താഴെയിടാനുള്ള സാധ്യതയുണ്ട്. ഈ പാലം വലിക്കുക എന്നുള്ളതാണ് ഈ ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ഗ്രൂപ്പായിട്ട് ഇന്നാളുള്ള പ്രശ്നം പറയുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു പേടിക്കേണ്ടാത്ത 4 വ്യക്തികൾ എന്ന് പറയുന്നത് ഇത് ജിൻഡോയും ജാസ്മിനും നോറയും തന്നെ. അവരൊറ്റയ്ക്ക് കളിക്കുന്നു, ഒറ്റയ്ക്ക് അവരുടെ മൊത്തം ഗെയിമിന് കൊടുക്കുന്നു. അവർ ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ, ജയിക്കണ്ടെങ്കിൽ ജയിക്കട്ടെ എന്നുള്ള രീതി തന്നെയാണ്. അതാണിപ്പോൾ ബിഗ് ബോസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാനിങ് തന്നെയാണ് രാവിലെ നടക്കുന്നത്. ഇനിയും ടാസ്കിൽ അത് എന്തുമാത്രം പ്രാവർത്തികമാക്കുക എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടറിയാം.